കർത്താവിന്റെ ധന്യ തിരുനാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങൾ നമ്മൾ തുടർമാനമായി ചിന്തിക്കുന്ന ആ തീമിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ വർഷക്കാലം സഭയായി നമുക്ക് തന്നിരിക്കുന്ന തീം മുൻപോട്ട് പോകുക എന്നുള്ളതാണല്ലോ. ഞാൻ 1-2 മിനിറ്റിൽ അന്ന് റീക്യാപ്പ് ചെയ്യട്ടെ. കർത്താവിന്റെ സ്തോത്രം. ആദ്യമായിട്ട് കേൾക്കുന്നവർക്കും ഒന്ന് റിലേറ്റ് ചെയ്യാൻ, മറന്നുപോകുന്ന നമ്മളെ പോലെയുള്ളവർക്കും ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി. God has given us a theme, move forward, for this year, and we have been looking and we have seen why we need to move forward. എന്തുകൊണ്ട് നാം മുമ്പോട്ട് പോകണം എന്നുള്ളത് നാം കണ്ടു കഴിഞ്ഞു. കർത്താവിന് സ്തോത്രം. അതിനുശേഷം രണ്ടാമത് സെക്കൻഡ് തിങ് we have been looking now, focusing on how we can move forward. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ട് നാം മുൻപോട്ട് പോകണം എന്നുള്ളത് നാം കണ്ടു. എങ്ങനെ നാം മുൻപോട്ട് പോകണം എന്നുള്ളത് കണ്ടു. സ്തോത്രം. എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് പരസ്പര ബന്ധിതമായ ചില യാഥാർത്ഥ്യങ്ങൾ ഈ യാത്രയിൽ നമ്മൾ ബോധവാന്മാരായിരിക്കണം. We need to be aware of some interconnected realities that is part and parcel of this journey. Unless we are not aware of this, we may not be able to reach the destiny. കർത്താവ്, നാം സ്തോത്രം ഈ യാത്രയിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ പരസ്പരം ബന്ധിതമായിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. അതിലെ ഒന്നാമത്തെ യാഥാർത്ഥ്യം നാം കണ്ടു. സ്തോത്രം. അനുസരണവും ദൈവാശ്രയവും. അനുസരണവും ആശ്രയവുമാണ് ആദ്യത്തെ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. So we have seen there are interconnected realities and we need to be aware of during this journey as we move forward. And we have seen the first interconnected reality, that is obedience and trust. Anusarano, obedience and trust, we need to be aware of that. We have seen. And second thing we have seen, we need to be aware of pain and provision. We have seen that both the pain and provision are part of the plan of God. ദൈവത്തിന്റെ പദ്ധതിയുടെ, ദൈവത്തിന്റെ ആലോചനയുടെ ഈ യാത്രയിൽ കഷ്ടതയും കരുതലും ദൈവത്തിന്റെ ഈ യാത്രയിൽ ഭാഗമാണ്. കഷ്ടതയില്ലാത്ത ഒരു യാത്രയ്ക്ക് വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവം വിളിച്ചത് കഷ്ടതയില്ലാത്ത ഒരു ലക്ഷ്യത്തിലേക്ക്. കഷ്ടതയില്ലാത്ത ഒരു ലക്ഷ്യത്തേക്കുള്ള യാത്ര കഷ്ടതയില്ലാത്തതല്ല, അതിൽ കഷ്ടതയും ദുരിതവും ഒക്കെ ഉള്ളതാണ് ഈ യാത്ര. God has not called us for a pain-free journey. No, in the journey there are pain, there are hardship, there are suffering in the journey. But God has called us to a destiny that is pain-free. So pain and provision are part of the plan of God. When we are in suffering, God will provide a means to get out of it. ഈ യാത്രയിൽ കഷ്ടതയുണ്ട്. എന്നാൽ ഈ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ കരുതലും നാം അനുഭവിക്കും. കർത്താവിന്റെ സ്വഭാവം കഷ്ടതയും കരുതലും ഈ യാത്രയുടെ ഭാഗമാണ്. മൂന്നാമത്തേതാണ് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് വികാരവും വിശ്വാസവും. വികാരവും വിശ്വാസവും നമ്മൾ ഇത് രണ്ടും ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. പരസ്പര ബന്ധിതമായ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. കർത്താവിന്റെ സ്തോത്രം. See, the third thing we are focusing now, emotion and conviction. So both are significant. Emotion as well as conviction are important. So they are interrelated and we need to understand they are important. കർത്താവിന്റെ സ്തോത്രം. ഈ വിശ്വാസം എന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വീണ്ടും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. ഞാൻ ആ വിശ്വാസത്തിന് ഫെയ്ത്ത് എന്ന് ഉപയോഗിക്കാതെ മനഃപൂർവ്വം കൺവിക്ഷൻ ഉപയോഗിച്ചത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ എന്തെന്നറിയാമോ, അതിന്റെ ഉപയോഗവും ദുരുപയോഗവും നിമിത്തം വിശ്വാസത്തിന്റെ അർത്ഥം, അതിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ബോധ്യം എന്നുള്ള പദം ബോധപൂർവ്വം ഉപയോഗിക്കുന്നത്. Because of the use or abuse of the term faith, and I fear the value, the true meaning of faith is losing. That is why I am using purposefully the word conviction. So emotion and conviction are important in our journey. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ നമ്മൾ അതില് കണ്ടത്, കർത്താവിന്റെ സ്തോത്രം, ഇമോഷൻ, അതിൽ തന്നെ നമ്മൾ ഓൾറെഡി ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. ഇമോഷൻ ആൻഡ് കൺവിക്ഷൻ ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. നമ്മൾ കണ്ടത് സ്തോത്രം, ഈ യാത്രയിൽ ഈ വികാരവും വിശ്വാസവും ഒരുപോലെ
പോകേണ്ടതാണ്. കർത്താവിന് സ്തോത്രം. See, we should not allow the emotion, simply the emotion to excite us and then leave without being convinced. So it has no value at all. നമ്മള് എന്തെന്നറിയാമോ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വികാരഭരിതരായി കേവലം സന്തോഷിച്ചിട്ട് അത് വിശ്വാസ തലത്തിലേക്ക് പരിണമിച്ചില്ലെങ്കിൽ ആ അത്ഭുതം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. കർത്താവിന് സ്തോത്രം. അതിന്റെ തെളിവിന് വേണ്ടിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. കർത്താവിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നും അത്ഭുതങ്ങളിൽ അനേകർ അത്ഭുതം കണ്ടു. അവർ എക്സൈറ്റഡ് ആയി, കർത്താവിനെ രാജാവാക്കാൻ വരെ പരിശ്രമിച്ചു. എന്നാൽ അത് വിശ്വാസമായി പരിണമിച്ചില്ല. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് അവരെല്ലാം ക്രിസ്തുവിനെ വിട്ടുപോയതായിട്ട് കണ്ടപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 12 പേർ, പത്രോസും കൂടെയുള്ളവരും, അവര് കർത്താവിന്റെ കൂടെ നിന്നു. അതിന്റെ കാരണം അതാണ് നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞു നിർത്തിയത്. Because they had the conviction who Christ is, and Peter declares that Jesus is the Holy One of God, and we have seen holiness is the most you see expressible of being of God. ദൈവം ആരാണെന്നുള്ളതിന്റെ ഏറ്റവും ശക്തമായ ഒരു ചിന്തയാണ് ദൈവം വിശുദ്ധൻ എന്നുള്ളത്. See, holiness, see, is the most important, one of the core being of God. That is what is we have seen, and we have stopped there. And today we are going to look into one of the most misunderstood aspect. ഈ ഇമോഷനെ കുറിച്ച് വിചാരിക്കുമ്പോൾ പലർക്കും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഈ പലകാലം ഫോക്കസ് ചെയ്യുന്നത്. അനേകര് പെന്തക്കോസ്തലിസത്തെ കുറിച്ച്, പെന്തക്കോസ്ത് മുന്നേറ്റത്തെ കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ഇന്ന് പലക്കാലം ഞാൻ ഫോക്കസ് ചെയ്യുന്ന അതിനെയാണ്, പെന്തക്കോസ്റ്റലിസം ആൻഡ് ഇമോഷൻ. See, today we will be focusing on Pentecostalism and emotion. പെന്തക്കോസ്ത് മുന്നേറ്റവും വികാരവും എന്ന് പറയുന്ന വിഷയം. കർത്താവിന് സ്തോത്രം. പലരും വിചാരിക്കുന്നത്, പറയാറുണ്ട്, തെറ്റിദ്ധരിക്കാറുണ്ട്, പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു വികാര പ്രകടനമാണ്. പെന്തക്കോസ്തിൽ ഒന്നുമില്ല, പെന്തക്കോസ്ത് എന്ന് പറയുന്നത് കേവലം ഒരു വികാര പ്രകടനമാണെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. Many people misunderstand that Pentecostalism means it is only a kind of emotional expression, nothing else in it. So we will be looking into that. കർത്താവിന് സ്തോത്രം. See, we need to understand human beings are emotional beings. God created human beings are emotional beings. So emotion is part of our being. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു വികാരജീവി ആയിട്ട് കൂടിയാണ്. വികാരം മാത്രമല്ല, പക്ഷെ വികാരം മനുഷ്യന്റെ സഹജമാണ്. അവന്റെ സ്വന്തം ദൈവം അവനെ അങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് വികാരം. കർത്താവിന് സ്തോത്രം. ഇനി പെന്തക്കോസ്തലിസത്തെ കുറിച്ച് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ പരിചയമുള്ള ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് തുടങ്ങട്ടെ. അതറിയാം, അതിവിടെ അധികം നിൽക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ നമുക്കറിയാം, സ്തോത്രം, വാക്യമാണ്. ഒന്ന് വായിച്ചു പോകാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെ. അതാണ് നമുക്കറിയാം പെന്തക്കോസ്തലിസത്തിന്റെ തുടക്കം. സ്തോത്രം. പെന്തക്കോസ്ത് മുന്നേറ്റത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാളിൽ, സ്തോത്രം, അവിടെ ഞാൻ അതിനിക്കത്തിലെ വാക്യം വായിക്കും നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ. ജോസഫ് ബ്രദർ ഒന്ന് വായിച്ച് സഹായിക്കും, 1 മുതൽ 4 വരെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. താങ്ക് യു. സി, നമുക്ക് ഈ കോണ്ടെക്സ്റ്റ് അറിയാം. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം 40 ദിവസം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. കർത്താവ് പറഞ്ഞു വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനോട് കാത്തിരിക്കുവാൻ. എന്നാൽ നമുക്കറിയാം ഇപ്പോഴത്തെ ശിഷ്യന്മാരുടെ അവസ്ഥ. ആകപ്പാടെ പേടിച്ച് ഭീതിപ്പെട്ട്, യഹൂദന്മാർ തങ്ങളെ കൊന്നു കളയുമെന്ന് ഭീതിപ്പെട്ട് മുറിക്കുള്ളിൽ ഭയപ്പെട്ട്
കരഞ്ഞ് വേദനപ്പെട്ട് ഭീതിയിൽ സ്തോത്രം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു ശിഷ്യഗണം. കർത്താവിന്റെ സ്തോത്രം. ആ ശിഷ്യഗണത്തിന്റെ മേൽ നമുക്കറിയാം തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന രംഗമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. ഇവിടെ നോക്കുക, ഭയപ്പെട്ടിരിക്കുന്നവരുടെ മേൽ, ഭീതിപ്പെട്ടിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ഒരു അപൂർവമായ ഒരു അനുഭവമാണ്. അന്നുവരെയും ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത, അന്നുവരെയും മാനവ ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത ഒരു ഭയങ്കര അപൂർവമായ ഒരു അനുഭവം. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് തന്റെ മുഴുവാളത്വത്തിൽ ഈ ഭൂമിയിൽ വന്ന് തന്റെ സഭയുടെ മേൽ. അപ്പം അതൊരു അസാധാരണ അനുഭവമായിരുന്നു. അപ്പോൾ ഈ പേടിച്ചിരുന്ന ശിഷ്യന്മാരെ, ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരെ, മുറിയടച്ചിരുന്ന ശിഷ്യന്മാരെ കർത്താവിന് സ്തോത്രം അവരെ ഉത്സാഹഭരിതരാക്കി, അവർക്കൊരു പ്രത്യേക സ്വാതന്ത്ര്യം നൽകി. പേടിച്ചിരുന്ന ഈ ശിഷ്യന്മാര് അവരുടെ വീട് വിടാൻ തുടങ്ങി, അവിടെ കൂടുവിടാൻ തുടങ്ങി, അവർ യെരൂശലേം വിടാൻ തുടങ്ങി, അവർ ശമരി വിടാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒന്നാം ആ പെന്തക്കോസ്ത് നാളിൽ 3000 പേർ, പിന്നെ 5000 പേർ, പിന്നെ 7000 പേർ, പിന്നെ മൾട്ടിറ്റ്യൂഡ്, ഒരു വലിയ പുരുഷാരമായി യെരൂശലേമിനെ മുഴുവൻ നിറച്ച് അവിടെ കൊണ്ട് തീർന്നില്ല. ശമരിയെ നിറച്ച് അവിടെ കൊണ്ട് തീർന്നില്ല. യഹൂദയെ നിറച്ച് അവിടെ കൊണ്ട് തീർന്നില്ല. പിന്നെയോ നമ്മൾ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് പൗലോസിന്റെ നേതൃത്വത്തിൽ ഏഷ്യ കവർ ചെയ്യുന്നു, യൂറോപ്പ് കവർ ചെയ്യുന്നു, ഭൂമിയുടെ അറ്റത്തോളം. അപ്പോസ്തല പ്രവൃത്തി അവസാന അധ്യായത്തിൽ വരുമ്പോൾ അന്നത്തെ ലോകത്തിന്റെ ക്യാപിറ്റൽ റോമിൽ സുവിശേഷത്തിന്റെ കൊടി സ്തോത്രം പാറിച്ചു. കർത്താവിന് സ്തോത്രം. ആര്? ഭയപ്പെട്ടിരുന്ന ഒരു കുഞ്ഞിന്റെ, ഒരു കൊച്ചു ചെറുപ്പക്കാരുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ നേതൃത്വത്തിൽ സ്തോത്രം സുവിശേഷത്തിന്റെ പതാക അന്നത്തെ ലോകത്തിന്റെ ക്യാപിറ്റലിൽ പാറിക്കണമെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ ഭയപ്പെട്ടിരുന്നവരുടെ മേൽ പകർന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തിയാണ്. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ അതിന് ഒരു വൈകാരിക തലവും, അതിനൊരു ബോധ്യതലവും, അതിനൊരു സ്തോത്രം ശക്തിയും, അതിനൊരു ഉത്സാഹവും ഒക്കെ പകരുവാൻ ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം ചെയ്തു. ഞാൻ പറഞ്ഞ അത് മാത്രം അവിടെ ഞാൻ എടുക്കട്ടെ. See what we see. The book of Acts, what we read. There we see on the day of Pentecost, see the disciples who were frightened, who were scared, and who were afraid of their future, and who thought that they would be finished by the Jewish people. But we know that the third person of the Trinity came in his full form, the Spirit of God, upon the waiting disciples. But these fearful, cowardice disciples become one of the most courageous and most mighty army, the 120 people. And even though they were afraid to get out of their own home, now what is happening? As we read the book of Acts, we can see that their number increased from 120 to 3,000, from there to 5,000, to 7,000, to multitudes. And from that particular tiny, small area of Jerusalem, I mean, they have covered the whole city. From Jerusalem, they have crossed their boundary to Judea, to Samaria, and they have crossed the Palestinian boundary. And when we come to the book of Acts, the end of the book of Acts, Acts chapter 28, we can see that the gospel has reached the then capital of the world, Rome. You see, when you come to the last verses of book of Acts, we can see that gospel is reaching Rome. We'll just read maybe a couple of verses. Verse 16 of 28. അപ്പോസ്തല പ്രവൃത്തി 28-ന്റെ 16-ഉം അതിനുശേഷം 30-31. So verse 16, Acts 28:16, then 30 and 31. റോമയിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളോട് കൂടെ വേറിട്ട് പാർക്കുവാൻ പൗലോസിന് അനുവാദം കിട്ടി. 30-31. ആകയാൽ അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈകൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു.
സ്തോത്രം. നമ്മളവിടെ കാണുന്നത് എന്തെന്നറിയാമോ? പേടിച്ചിരുന്ന ശിഷ്യന്മാരെ ഈ 120 പേരിൽ മാത്രം ഒതുങ്ങിയതായ ദൈവസഭയെ കർത്താവിന് സ്തോത്രം, അന്നത്തെ ലോകത്തിന്റെ ക്യാപ്റ്റനിൽ എഴുതിയിരിക്കുന്ന ഒരു പദം പരിശുദ്ധാത്മാവ് വിഘ്നം കൂടാതെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചെന്ന്. അപ്പോൾ കർത്താവിന് സ്തോത്രം, we see here without any hindrances, you see Paul is preaching the gospel where? Right in the middle of the capital. And later we see that, and as a result there were few people from the household of Caesar came to Christian faith. അതിന്റെ റിസൾട്ട് നമ്മൾ കാണുന്നു, ഫിലിപ്പിയ ലേഖനത്തിൽ കാണുന്നു. കർത്താവിന് സ്തോത്രം, പത്രോസ് കൈസരുടെ കുടുംബത്തിലുള്ള ചിലർ കർത്താവിനെ അറിയുവാൻ കാരണമായി തീർന്നു. ഞാൻ പറഞ്ഞത് സ്തോത്രം, ഇവിടെ നമ്മൾ കാണുന്നത് വികാരവും ബോധ്യവും ഒരുമിച്ച് പോവുകയാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ചിലർ പറയുന്നത് പെന്തക്കോസ് വികാര പ്രകടനമാണെന്ന്. അല്ല, കർത്താവിന് സ്തോത്രം. അപ്പം പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉത്സാഹവും ഈ വികാരവും ഈ സ്തോത്രം ഈ വിചാരവും ബോധ്യങ്ങളും എല്ലാം പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. എന്നാൽ സംഭവിച്ചെന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയാവുന്ന പോലെ ഇങ്ങനെ സഭ മുൻപോട്ട് പോയി ഒരു 3-4 നൂറ്റാണ്ടായപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ദൈവസഭ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ഇമ്പീരിയർ റിലീജിയനായി, ഒരു രാജകീയ മതമായിട്ടങ്ങ് മാറി. സ്തോത്രം. നമുക്കറിയാവുന്ന പോലെ കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ മാനസാന്തരത്തോടുകൂടെ ക്രിസ്ത്യാനി ആയതോടുകൂടെ എന്ത് ചെയ്യുന്നറിയാമോ? അത് വേറെ തലത്തിലായി. അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് വർഷങ്ങൾ ഒരു 17 നൂറ്റാണ്ടോളം, അടുത്ത ഒരു 1700 വർഷത്തോളം സ്വോത്രം അല്ലെങ്കിൽ 1600 വർഷത്തോളം തുടർന്ന് ഈ സ്വോത്രം ഈ ആവേശവും ഈ ഉത്സാഹവും ഒക്കെ കെട്ടടങ്ങി ഒരുമാതിരി എന്താ പറയുന്നത്, ഒരു ചത്ത രീതിയിലേക്ക് അങ്ങ് മാറി. ആരാധനയും കൂട്ടായ്മയും കേവലം ഒരു ചടങ്ങായിട്ടങ്ങ് മാറി. ഇതൊരു ഔപചാരികതയായിട്ട് മാത്രം മാറി. ആരാധന ഔപചാരികതയായിട്ട് മാത്രം മാറി. ഒരു ഫോർമൽ ഒരു രീതിയിലേക്ക് അങ്ങ് മാറി. കർത്താവിന് സ്തോത്രം. When we see that for many years, almost 16 centuries, but we see that, we see the church, the worship and services become a kind of formalism. It is a kind of dead formalism. That is what is happening. Then in the beginning of the 20th century, so I'll just pause maybe a couple of minutes there, and then I'll come back to the word. See, a couple of what we see, we can see when you come to the 20th century, we can see simultaneous Holy Spirit revival in many parts across the globe. See, at the same time we see revival in many parts all across the globe. For example, Australia, then UK in Wales, then India, North America, South America, Korea, all across the globe. In simultaneously, we can see many revivals in the beginning of the 20th century, and some of them are very famous. We know Wales revival, the Pandita Ramamavi Mukti revival, Azusa Street revival. Such a great revival. Then what is happening? That resulted in the formation and growth of the modern Pentecostal movement. കർത്താവിൻ സഭ 20ാം നൂറ്റാണ്ടിൽ സ്തോത്രം ഈ പരിശുദ്ധാത്മാവിന്റെ ഉണർവ് ലോകമെമ്പാടും ദൈവം അയച്ചപ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ പകർച്ച നിമിത്തം ഈ ആത്മീയ ഉണർവ് നിമിത്തം ആധുനിക പെന്തക്കോസ്ത് മുന്നേറ്റം നാം കാണുന്നു. ഈ ആധുനിക പെന്തക്കോസ്ത് മുന്നേറ്റം എന്ത് സമ്മാനിച്ചെന്നറിയാമോ? ക്രിസ്തീയ സഭയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ആരാധനയും കൂട്ടായ്മയും കേവലം ചടങ്ങുകളായി ആചാരമായി മാറിയ സ്ഥാനത്തു നിന്നും സ്തോത്രം പെന്തക്കോസ്ത് ആരാധന, പെന്തക്കോസ്ത് മുന്നേറ്റം ക്രിസ്തീയ സഭയെ ഈ ഔപചാരികതയിൽ നിന്നും ഈ ആചാരത്തിൽ നിന്നും ഈ ചടങ്ങിൽ നിന്നും കർത്താവിന് സ്തോത്രം ജീവനുള്ള ശക്തിയുള്ള ഊർജമുള്ള ആവേശമുള്ള ഒരു കൂട്ടമായി ദൈവസഭയെ മാറ്റിയെടുത്തു. കർത്താവിന് സ്തോത്രം. ഞങ്ങൾക്ക് ഈ പെന്തക്കോസ്തലിസത്തെ കുറിച്ച് സ്തോത്രം റിസർച്ച് ചെയ്യുവാൻ എനിക്ക് ജോയ് പാസ്റ്റർക്കൊക്കെ ഇവിടെ തന്നെ ദൈവം അവസരം തന്നതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് ആഴത്തിൽ ആധികാരികമായിട്ട് പലരും ചോദിക്കാറുണ്ട്, പെന്തക്കോസ്തിന്റെ സ്വാധീനം എന്താണ്? ദൈവസഭയിൽ പെന്തക്കോസ്തിന്റെ സ്വാധീനം
ഗവേഷകന്മാരുടെ അടിസ്ഥാനത്തിൽ മതങ്ങളെ കുറിച്ച്, ആധുനിക മൂവ്മെന്റുകളെ കുറിച്ച് പഠിക്കുന്ന ഗവേഷകന്മാരുടെ അടിസ്ഥാനത്തിൽ, ഇത് കേവലം ക്രിസ്ത്യൻ ഗവേഷകന്മാർ മാത്രമല്ല, മറ്റ് ഗവേഷകന്മാരുടെ അടിസ്ഥാനത്തിൽ പെന്തക്കോസ്ത് 3 മേഖലകളിലാണ് സ്വാധീനം ചെലുത്തിയത്. പെന്തക്കോസ്ത് മുന്നേറ്റം: 1 സ്വത്രം ആരാധനയിൽ, 2 ദൈവവചന പഠനത്തിൽ, ധ്യാനത്തിൽ, 3 സ്വത്രം സുവിശേഷീകരണത്തിൽ, സാക്ഷ്യം വഹിക്കുന്നതിൽ. സ്വത്രം see what we see when you look into the history or the religious studies. See, most scholars or the researchers doesn't mean that they are Christians. According to the researchers who study religion, they say that the crucial impact of Pentecostalism on Christianity, the crucial contribution of Pentecostalism on Christianity is in 3 areas. Pentecostalism has restored the focus on the word, focus on worship, and focus on witnessing. These are the 3 major areas Pentecostalism contributed to the church of Jesus Christ. ക്രിസ്തീയ സഭയ്ക്ക് പെന്തക്കോസ്ത് മുന്നേറ്റം നൽകിയ ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ അവരുടെ കോൺട്രിബ്യൂഷൻ ഇതാണ് ഈ 3 മേഖലയിൽ. അപ്പോൾ യഥാർത്ഥ പെന്തക്കോസ്ത് വിശ്വാസികൾ എന്തായിത്തീരും? അത് തിരിച്ചറിയുക നിങ്ങൾ. യഥാർത്ഥ പെന്തക്കോസ്ത് വിശ്വാസിയാണ് ഒരുത്തനെങ്കിൽ അവൻ ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കും. അവന് ദൈവവചനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവന്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അവൻ നോക്കുന്നത് വചനത്തിലേക്കാണ്. കർത്താവിന് സ്തോത്രം. ഈ വചനത്തിലേക്കാണ് അവൻ സ്തോത്രം പ്രാധാന്യം കൊടുക്കുന്നത്. എന്തു സംഭവിച്ചാലും അവൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ദൈവവചനം സ്തോത്രം ആണ്. രണ്ടാമത് ഏറ്റവും വലിയ പ്രാധാന്യം, അവൻ ദൈവത്തെ സ്തുതിക്കും. ജോയ് പാസ്റ്റർ പറഞ്ഞ പോലെ, അവൻ ഇനി ചർച്ചിനുള്ളിൽ പോയാലും, അവൻ ചർച്ചിന്റെ മുറ്റത്തിരുന്നാലും, അവൻ ഇനി വീട്ടിനകത്തിരുന്നാലും, അവന് കൊറോണ അല്ല അതിനേക്കാളും വലിയൊരു പ്രശ്നം വന്നാലും, അവന്റെ വീട്ടിലിരിക്കുവാൻ മാസങ്ങളല്ല വർഷങ്ങള് അവൻ വീട്ടിരിക്കേണ്ടി വന്നാലും അവൻ ദൈവത്തെ ആരാധിക്കും. അവൻ സൂമിലായാലും ദൈവത്തെ ആരാധിക്കും, അവൻ ഫേസ്ബുക്കിലായാലും ദൈവത്തെ ആരാധിക്കും, അവൻ നേരിട്ടാലും ദൈവത്തെ ആരാധിക്കും, അവൻ ഫിസിക്കൽ ഗ്യാതറിംഗിലും ദൈവത്തെ ആരാധിക്കും, വെർച്വൽ ഗ്യാതറിംഗിലും ദൈവത്തെ ആരാധിക്കും. അവൻ കർത്താവിന് സ്തോത്രം. മൂന്നാമത്, അവൻ യഥാർത്ഥ പെന്തക്കോസ്തുകാരനാണെങ്കിൽ കർത്താവിന് സ്തോത്രം, അവൻ യേശുവിനെ സാക്ഷിക്കും. ഓരോ ഓപ്പർച്യൂണിറ്റി കിട്ടിയ കർത്താവിനെ കുറിച്ച് പറയും, കർത്താവിനെ കുറിച്ച് പറയും. എവിടെയെങ്കിലും അവസരം നോക്കിയാൽ അത് നോക്കിക്കൊണ്ടിരിക്കും. അത് ജോലി സ്ഥാനമൊന്നുമില്ല, അത് യാത്ര ട്രെയിൻ യാത്ര എന്നില്ല, അത് ഫ്ലൈറ്റ് യാത്ര എന്നില്ല, അത് മാർക്കറ്റിലാണോന്നില്ല. സ്വത്രം അവന്റെ കയ്യിൽ എവിടെയെങ്കിലും അവന്റെ കയ്യിൽ ട്രാക്ട് കാണുന്നേ, കാറിനകത്ത് കാണുന്നേ ട്രാക്ട്, അല്ലെങ്കിൽ സഞ്ചിക്കകത്ത് കാണുന്നേ, എവിടെയെങ്കിലും ട്രാക്ട് കാണും. എങ്ങനെയെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടും കർത്ത ഈ 3 കാര്യങ്ങൾ. ഒരുവൻ യഥാർത്ഥ പെന്തക്കോസ്തുകാരനാണെന്നുള്ള 3 തെളിവ്, 3 മാർക്ക്. 1, അവൻ ഏറ്റവും ഇമ്പോർട്ടന്റ് വചനമാണ്. 2, അവൻ ആരാധന ഇമ്പോർട്ടന്റ് ആണ്. 3, കർത്താവിനെ കുറിച്ച് സാക്ഷി പറയുന്നത്. കർത്താവിന് സ്തോത്രം. See how we can know, as I said, the greatest contribution of Pentecostalism to Christian churches. The Pentecostalism has restored the interest and the vigor and the desire for the word. For them, the word of God is very important. So if a person is true Christian, true Pentecostal, he will look into the word for everything. Am I doing this in accordance with God's word? Is it biblical? Is it scriptural? Can I do that? Does my scripture approve this? Can I do this way? Can I appear before the public in this way? Does my scripture approve it? Can I say like that? Does my scripture approve it? The word is important. Second thing, if you're a true Pentecostal, if you're a true child of God, for you, worship is important. Wherever you are, you will worship God. Wherever you are, whether it is on Zoom or Facebook or physical gathering, doesn't mind. A true child of God will worship God. So worship is important for him. Whether he is driving or whether she is cooking,
doesn't matter. Whether inside the room or inside the church, doesn't matter. A true child of God, a true Pentecostal worship. Third one is witnessing. What do you mean by you're witnessing Christ? If you're a true child of God, a true Pentecostal, wherever you are, you will automatically share about Christ to others. You cannot keep mum. See, that is how you are. Because the Spirit of God is in you. Then you will be bubbling. Your heart will be bubbling. Somehow, Lord, how can I share Christ to my friend? Lord, give me an opportunity. Lord, I don't know. How can I show Christ's love to my friend? That is a true Pentecostal believer. A true Pentecostal person. യഥാർത്ഥ ഒരു പെന്തക്കോസ്ത് വിശ്വാസി ചെയ്യുന്നത് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ. ഓക്കെ, മടങ്ങി വരട്ടെ, കടന്നു വരട്ടെ. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പെന്തക്കോസ്റ്റലിസം ഈ ക്രിസ്തീയ സഭയ്ക്ക് തന്ന ഏറ്റവും വലിയതായ കോൺട്രിബ്യൂഷൻ സമ്മാനം ഈ മേഖലകളിലാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ അതോടൊപ്പം തന്നെ സ്തോത്രം ഈ പെന്തക്കോസ്റ്റലിസം, പെന്തക്കോസ്റ്റ് മുന്നേറ്റം എന്തെന്നറിയാമോ, മനുഷ്യന്റെ വൈകാര തലത്തിന് ഒരു പുതുമ നൽകി. വൈകാരിക തലത്തിന് ഒരു പുതുമ. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് സഭകൾ ജീവനില്ലാത്ത ചത്ത ചടങ്ങായി ആരാധന മാറിയപ്പോൾ കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവസഭകളിലെ ആരാധനകൾ ഊർജമുള്ളതായി മാറി, ജീവനുള്ളതായി മാറി. പ്രസംഗങ്ങൾ ചടങ്ങിന് പകരം ഊർജവും ഊർജസ്വലതയുള്ളതുമായി മാറി. കർത്താവ് ഇത് പറയുന്നത് സ്തോത്രം ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന്റെ വർഷങ്ങളായുള്ള പ്രാർത്ഥനയുടെ ഫലമാണ്. നൂറ്റാണ്ടുകളായി അവിടെ ഇവിടങ്ങളായി ദൈവം കരുതി വെച്ച 20-ാം നൂറ്റാണ്ടിലുണ്ടായ ഉണർവിന് കേവലം അന്നത്തെ ആൾക്കാർ മാത്രമല്ല കാരണം. നിങ്ങൾ മറക്കരുത്, നൂറ്റാണ്ടുകളായി ഭക്തന്മാരായ വിശ്വസ്തന്മാരായ ദൈവജനം ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് അവിടെ എവിടെയായി ദൈവസന്നിധി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ദൈവം ഉണർവയച്ചെങ്കിൽ ഇന്ന് പൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, എന്റെ നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉണർവുണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ യേശുവിന്റെ വരവിന് താമസമെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ആ ഉണർവ് കാണുവാൻ കഴിയത്തില്ല. എങ്കിലും യേശുവിന്റെ വരവ് താമസിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു അനേക ഭക്തന്മാരുടെ നാളുകളായുള്ള കരച്ചിലിന്റെ ഫലമായി ദൈവം ഉണർവിനെ അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് സ്തോത്രം. അപ്പോൾ പ്രാർത്ഥന ഫലമായിട്ട് ദൈവം ഉണർവിനെ അയച്ചു. ആരാധനകൾ ജീവനുള്ളതായിട്ട് മാറി. Worship become, vibrant and alive. That is what is we can see that Pentecostal type of worship has brought the vibrancy and life into the worship. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. സ്തോത്രം. പെന്തക്കോസ്റ്റലിസത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനൂടെ പറഞ്ഞു, ഒരു പ്രത്യേക ഏരിയയുടെ പറഞ്ഞ് ഞാൻ അടുത്ത തലത്തിലേക്ക് പോകട്ടെ. കർത്താവിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുക. അനേക സൈക്കോളജിസ്റ്റും പറയുന്നത്, അനേക സൈക്കോളജിസ്റ്റ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് there is a cathartic effect in Pentecostal worship and prayer. There is a cathartic effect. എന്ന് പറഞ്ഞാൽ there is an emotional release in Pentecostal worship and prayer. I'll come back to that. പല മനഃശാസ്ത്രജ്ഞരും പറയുന്നത് ആരാധനയിൽ, പെന്തക്കോസ്തുകാരുടെ ആരാധനയിൽ ഒരു വികാര ശുദ്ധീകരണം ഉണ്ടെന്ന്. വികാര ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അവരുടെ വേദനയെ, അവരുടെ ഉള്ളിലെ ദുഃഖത്തെ, ആരോടും പറയുവാൻ കഴിയാത്തതായ ഒരു വ്യക്തിയുടെ ഭാരത്തെ സ്വന്തം മക്കളോടോ, സ്വന്തം മാതാപിതാക്കളോടോ, സ്വന്തം അപ്പനോടോ, സ്വന്തം അമ്മയോടോ, സ്വന്തം സുഹൃത്തിനോടോ, എന്തിന് സ്വന്തം പാസ്റ്ററോടോ, സ്വന്തം വിശ്വാസികളോടോ പറയാൻ കഴിയാത്തതായ അവിടെ ഉള്ളിലെ തേങ്ങലും അവിടെ ഉള്ളിലെ വിങ്ങലും എല്ലാം കർത്താവിന് സ്തോത്രം ദൈവസന്നിധിയിൽ പറയുവാൻ, ദൈവത്തോട് അറിയിക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗിഫ്റ്റാണ് അന്യഭാഷ. കർത്താവിന് സ്തോത്രം. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവര് പോലും അറിയുന്നില്ല, പറയുന്നവൻ പോലും തിരിച്ചറിയുന്നില്ലെങ്കിലും, പറയുന്നവൻ പോലും അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിലും അവൻ അറിയാതെ ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവ് അവന് കൊടുത്ത ഭാഷയിലൂടെ അവൻ സംസാരിക്കുമ്പോൾ അവന്റെ ഉള്ളിലെ വേദന, അവന്റെ ഉള്ളിലെ ദുഃഖം, അവന്റെ ഉള്ളിലെ പ്രയാസം അവൻ അറിയാതെ ആരെയും മാറിപ്പോകുന്നു. അതുകൊണ്ട് അന്യഭാഷയിൽ ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് അതിൽ കഴിയുന്ന ഒരു ഭക്തന്റെ ഉള്ളിൽ ഭയങ്കര ഒരു സമാധാനം, ഒരു വികാര ശുദ്ധീകരണം നടക്കുന്ന കർത്താവിന്റെ സ്തോത്രം. See, as I said, what is happening? We know that God has given the tongues as a gift. Bible talk about tongues. So as we worship God in tongue, what is happening? There is an emotional release. So we are human beings. We are not able to share all our grievances, our pain, our sorrows to all. And even if we express, it has its own limitation. Sometimes children, I know, kids, children, teenagers, listen to me, young people, many times one of our complaints in your age, we have none to hear us. We have none to understand us. Even our parents cannot understand. True, I agree with you. Even your parents cannot understand. But let me tell you, listen my words carefully. Why God has given us the tongues? It is a gift. So if you can develop a spiritual habit of talking in tongues, in worship and in prayer, you see it has an emotional releasing power. The tongues has a capacity. The tongues has a potential to release your emotional pain. See, because Bible very clearly says that when you worship God in tongue, you may not be, you won't be able to understand the meaning, but you are speaking to God. As you speak to God, you will be able to release your emotional, hallelujah, tension, your emotional burden. As you speak in tongues and worship God and pray to God, there is an emotional release. You can release your pain. You can release your sorrow. You can release your tension. You can release your stress. It is a beautiful godly gift given by God's people by the Spirit of God. Enjoy that gift maximum when you are alone. Hallelujah. If you start worshiping God in tongue, when you are alone, if you start praying to God in tongues, you will see that you will be emotionally strong. You will be emotionally, hallelujah, strong enough to stand, and you will be able to stand the tension. You'll be able to stand the challenges. You'll be able to overcome the challenges because God has given us a beautiful gift, the tongues, so that you will be strong enough. Hallelujah. So emotional release in tongue is possible when you speak in tongues, because it is a prayer language and praise language. We'll come to 1 Corinthians. See, there we can see that. What is tongue? 1 Corinthians 14 and 15. 1 Corinthians 14 and 15. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. രണ്ടാം വാക്യം കൂടെ ഒന്ന് വായിക്കാവോ ജോസഫ് ബ്രദർ? രണ്ടാം വാക്യം കൂടെ, വേഴ്സ് 2. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. താങ്ക് യു. സി, നമ്മൾ വായിച്ച ഈ ഭാഗത്ത് മനസ്സിലായത്, പല പ്രാവശ്യം ഇവിടെ ഇതിനെ കുറിച്ച് ഞാൻ ജോയ് പാസ്റ്ററൊക്കെ സംസാരിച്ചാണ്. ഞാൻ അധികം നിൽക്കുന്നില്ല, വേഗത്തിൽ അവിടുന്ന് പോകട്ടെ. കർത്താവിന് സ്തോത്രം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, വാട്ട് ഈസ് ടങ്? സോ ടങ് ഈസ് എ പ്രയർ ലാംഗ്വേജ്, എ മീൻസ് ടു പ്രേ ടു ഗോഡ്. ഇറ്റ് ഈസ് എ പ്രൈസ് ലാംഗ്വേജ് ടു വർഷിപ്പ് ഗോഡ്. എന്റെ നിങ്ങളുടെ ആളുടെ എഴുതിയിരിക്കും, ബുദ്ധി അഫലമായിരിക്കും, ബുദ്ധി ഫലമില്ലാതായി മാറുന്നു. ബുദ്ധി കൊണ്ട് നമ്മൾ പാടണം, ബുദ്ധി കൊണ്ട് ആരാധിക്കണം, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കണം. പക്ഷെ ആ ഒരു തലം മാത്രമല്ല, പിന്നെയോ അതേ സമയത്ത് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുവാൻ പഠിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ പഠിക്കണം, അന്യഭാഷയിൽ പാടുവാൻ പഠിക്കണം. See, dear children of God, see here what we see, not just speaking in tongues. Some of you may be speaking in tongues, but I encourage you and I pray for you that you may grow
from speaking in tongues to praying in tongues to worshiping in tongues. You see, it's a language. It's not just speaking in tongues. Rather, you need to ask God to grant you the grace, and you start doing it. Only when you start speaking in tongues, you see that God will grant you the grace to develop into a prayer language. You'll be able to pray in tongues. You'll be able to praise in tongues. So when you are able to do so, you don't need any keyboard. You don't need any guitar. You don't need any drums. You don't need any other fellow believers to help you to worship. No, you don't need it. Wherever you are, that is what God is desiring. Because the tongues has capacity. Tongues, the gift of tongues has the capacity. It is possible. Emotionally, it is possible because it is a prayer and praise language. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വേദന എവിടെ ഇറക്കി വെക്കുന്നത്? വിശ്വാസികളായ നമ്മൾ നാട്ടുകാരോടാണോ നമ്മുടെ വേദന പറയുന്നത്? വിശ്വാസികളായ നമ്മുടെ സങ്കടങ്ങൾ ആരോടോ പറയുന്നു? ഭാര്യയോടും ഭർത്താവോടും അത് പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്. ബാക്കി ആരോടാ പറയുന്നത്? നമ്മൾ ദൈവത്തോട്. അതിനെന്താ നമ്മൾ പറയുന്നത്? പ്രാർത്ഥന. ദൈവത്തോട് പറയുകയാണ് നമ്മുടെ സങ്കടങ്ങളെ, വികാരങ്ങളെ, ദുഃഖങ്ങളെ കർത്താവ്. അപ്പം അത് ഒരു ശ്രേഷ്ഠമായ രീതിയിൽ, ഉന്നതമായ രീതിയിൽ പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കനിഞ്ഞ് നമുക്ക് നൽകിയിരിക്കുന്ന, നമ്മള് വരമെന്ന് പറഞ്ഞു, മലയാളത്തിൽ പലപ്പോഴും അർത്ഥങ്ങൾ മറന്നുപോകുന്നു. വരെന്ന് മലയാളം പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? ഗിഫ്റ്റ് എന്നാ, ദൈവം തന്ന സമ്മാനം എന്നാ, ഫ്രീ ആയിട്ട് തന്നൊരു സമ്മാനം. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, അന്യഭാഷ എന്ന് പറയുന്നത് ആത്മാവ് നിന്നിൽ ഉണ്ടോ എന്ന് നോക്കുവാനുള്ള ഒരു തെളിവ് എന്നുള്ള രീതിയിൽ അതിനെ ഒതുക്കരുത്. കർത്താവിന് സ്തോത്രം. അതൊരു പ്രാർത്ഥനാ ഭാഷയാണ്, ഒരു ആരാധന ഭാഷയാണ്. ഈ ലോക്ക്ഡൌണിൽ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയ ഭാഷ. See, this is a lockdown situation. Use more. Let's express our groanings. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നമ്മുടെ ദുഃഖങ്ങളെ ദൈവസന്നിധിയിൽ, സഹോദരന്മാരെ, പാസ്റ്റർമാരെ, കർത്താവ് ദൈവത്തിനെ ഇനമേ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ദുഃഖങ്ങൾ, ഭാരങ്ങൾ, സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു പ്രാർത്ഥിച്ചു പോകുമ്പോൾ അതിന്റെ അനന്തരഫലങ്ങൾ വലുതാണ്. അത് കേവലം നമ്മിൽ ഒതുങ്ങത്തില്ല, നമ്മുടെ കുടുംബത്തിൽ അത് വ്യാപരിക്കും. ആ കുടുംബത്തിൽ വ്യാപരിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കും അതിന്റെ നന്മ. അത് ദൈവസന്നിധിയിൽ പ്രതിഫലിക്കുമെന്നേ. കർത്താവിന് സ്തോത്രം. ഞാനൊരു കാര്യം പറ സഹോദരന്മാരെ, ലോക്ക്ഡൌണിലാകുമ്പോൾ ടെൻഷൻ ഉണ്ടാകാൻ ഒത്തിരി സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പം പറ്റിയ സമയമാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ. സ്തോത്രം. എനിക്ക് നിങ്ങൾക്ക് ഭാരം, ദുഃഖങ്ങൾ വരുമ്പോൾ, ആരോടും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനകൾ വരുമ്പോൾ, ഭാര്യ, ഭർത്താവേ, കുഞ്ഞെ, മാതാവേ, തമ്മിൽ അങ്ങോട്ട് പറഞ്ഞ് അടിയുണ്ടാക്കാതെ കർത്താവിനോടൊന്ന് പറയുക. അതിനുവേണ്ടിയാണ് ദൈവം ഈ ഗിഫ്റ്റ് തന്നത്. അതിനുവേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്ന അന്യഭാഷ എന്നൊരു ഗിഫ്റ്റ്. അതൊന്ന് ഉപയോഗിക്കുന്നേ. പ്രാർത്ഥിച്ചാട്ട്, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. കേവലം നമ്മുടെ വേദന പോകുക മാത്രമല്ല, സ്തോത്രം, നമ്മുടെ ദുഃഖം പോകുക മാത്രമല്ല, നാം അറിയാതെ നമ്മുടെ കുടുംബജീവിതത്തിൽ സ്വസ്ഥത വരുന്നു, നമ്മുടെ കുടുംബജീവിതത്തിൽ സമാധാനം വരുന്നു. ഇനി അതറിയാതെ എന്തിനാണ് ദൈവസഭയിൽ സഭാതലത്തിൽ അത് പ്രതിഫലിക്കപ്പെടുന്നു. Dear children of God, see, many times we fail to understand. I'll say, what is the best remedy? If you think that there is conflicts between husband and wife, and there is conflict between parents and children, you need to understand. See, God has given to us an excellent gift, speaking in tongues. It is a language. As you learn to express your emotional burden to the Lord in tongues, in prayer, and in worship. I mean, it is when you use tongues as a prayer language and worship language, what is happening? It is not only, the benefit is not only for you. You will be emotionally strong because you are releasing the emotional burden. You will be strengthened by the Lord. Not only that, its effect is happening in your relationship with the parents and children, husband and wife, and its reflection is happening in the church also. കർത്താവിന് സ്തോത്രം. ദൈവസഭയിലും അതിന്റെ പ്രതിഫലനങ്ങൾ കാണുന്നു. കാരണം എന്താണ്? നമ്മൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ആരെയും കാണിക്കാനില്ല.
ചിലര് ടങ്സ് മറ്റുള്ളവരെ കാണിക്കാനാ. ചില പറയാറുണ്ട് കൊരിന്ത്യ സഭയിലെ പ്രശ്നം. കൊരിന്ത്യ സഭയിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? കൊരിന്ത്യ സഭയിൽ ഒത്തിരി പേര് അന്യഭാഷ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? എല്ലാവരും അല്ല, കുറച്ചുപേർ അന്യഭാഷ പറഞ്ഞത് മറ്റുള്ളവരെ കാണിക്കാനാ. കർത്താവിന് സ്തോത്രം. ചിലരങ്ങനെ ഉപയോഗിക്കുന്നത്. ചിലർ പറയുന്ന ആരാണ് ഏറ്റവും കൂടുതൽ. കൊരിന്ത്യ സഭയിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ചിലര് കൂടുതൽ ഉച്ചത്തിൽ അന്യഭാഷ പറയുമ്പോൾ അവർ ഭക്തിയുടെ ലക്ഷണമായി കണ്ടു. അതുപോലെ കർത്താവിന് സ്തോത്രം. പക്ഷെ അതുകൊണ്ട് പൗലോസ് പറയുന്നത്, എന്റെ ആഗ്രഹം നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണം. നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? ഇങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ തന്നെത്താൻ ആത്മീയ വർധന വരുന്നു. തന്നെത്താൻ ആത്മീയ വർധന വരുമ്പോൾ ശ്രദ്ധിക്കുക, ആത്മീയ വർധനം എന്ന വ്യക്തിയുടെ ജീവിതം, ആത്മീയ വർധനയുടെ പ്രതിഫലനം കുടുംബജീവിതത്തിലുണ്ടാകും, അത് സഭാതലത്തിലുണ്ടാകും. അതാണ് പൗലോസ് ആഗ്രഹിച്ചത്. കർത്താവിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ വെളിപ്പെടണം ആത്മാവിലെ ആരാധനയുടെ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിന്റെ. ദൈവത്തിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെയാണ്. അന്യഭാഷ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, ഏത് സമയത്തും എവിടെ ഇരുന്നത് കൊണ്ട് കർത്താവിന് സ്തോത്രം. അങ്ങനെ നമ്മൾ ദൈവത്തോട് നേരിട്ട് പറയുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം പകരുന്നു. അത് മാത്രമല്ല സന്തോഷം. കർത്താവിന് സ്തോത്രം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അന്യഭാഷയെ സ്തുതിക്കുമ്പോൾ, കർത്താവിന് സ്തോത്രം, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ സന്തോഷത്തിന്റെ ഫലം. ഹസ്ബൻഡ്, നിങ്ങളുടെ വീട്ടിലെ ഹസ്ബൻഡോ വൈഫ് ആർക്കാണ് അന്യഭാഷ വരം ദൈവം തന്നിട്ടുള്ളത്? രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നു, കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ചോദ്യം, ഭർത്താവേ, നിനക്കാണ് ദൈവം തന്ന ഈ വരവെങ്കിൽ നീ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലനം വീട്ടിൽ കാണുമ്പോൾ നീ അറിയാതെ നിന്റെ കുഞ്ഞിലേക്ക്, സഭയിലെ കുഞ്ഞിലേക്ക് ഒരാഗ്രഹം വരുവാണ് അന്യഭാഷ സംസാരിക്കുവാൻ, ആ ഭാഷയ്ക്ക് വേണ്ടി. ഭർത്താവെ, നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, അതിലൂടെ നീ സന്തോഷിക്കുന്ന സന്തോഷം നിന്റെ മുഖത്ത് വെളിപ്പെടുമ്പോൾ, ദൈവ തേജസ്സിന്റെ മുഖത്ത് വെളിപ്പെടുമ്പോൾ, അതിലൂടെ നീ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും സ്വസ്ഥതയും, അത് നിന്റെ കുടുംബജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നീ അറിയാതെ, നീ ഒന്നും ചെയ്യുന്നില്ല, നീ അറിയാതെ നിന്റെ സ്വന്തം കുഞ്ഞിലേക്കും, നിന്റെ അടുത്തിരുന്ന് ആരാധിക്കും, നിന്നെ വാച്ച് ചെയ്യുന്ന സഭയിലെ കുഞ്ഞുങ്ങളിലേക്കും അന്യഭാഷയിലേക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ ഒരടങ്ങാത്ത ആഗ്രഹം ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, അന്യഭാഷ പറയുന്ന ഭർത്താവേ, നീ പറയുന്ന അന്യഭാഷയും അതിന്റെ ഫലം, ദൈവം ആഗ്രഹിക്കുന്ന ഫലം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാതെ ഇരിക്കുന്നേ കണ്ടിട്ട് നിന്റെ ഭർത്താവിന്, ഭാര്യയ്ക്ക്, നിന്റെ കുഞ്ഞിന് അന്യഭാഷയോട് വെറുപ്പാണോ തോന്നുന്നത്, ആഗ്രഹമാണോ തോന്നുന്നത്? ഭർത്താവിന് സ്തോത്രം. പല ഭർത്താക്കന്മാർക്കും അന്യഭാഷയോട് വെറുപ്പാ, വേണ്ടെന്നാ പറയുന്നത്. അന്യഭാഷ പറയുന്ന ഭാര്യയുടെ മാതൃകയില്ലാത്ത ജീവിതം. പല ഭാര്യമാരും അന്യഭാഷയോട് വെറുപ്പാണ്. അതിന് കാരണം അന്യഭാഷ പറയുന്ന ഭർത്താവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന ഫലം കാണാതെ വരുമ്പോൾ കർത്താവിന് സ്തോത്രം. ഞാൻ പറയുന്നത്, പല കുഞ്ഞുങ്ങൾക്കും അതിനോട് താല്പര്യമില്ല. എന്താ താല്പര്യമില്ലാത്തത്? അന്യഭാഷ എന്ന് പറയുന്ന വരത്തെ, ആദാനത്തെ പ്രാർത്ഥനാ ഭാഷയാക്കി, ആരാധന ഭാഷയാക്കി സ്തോത്രം ഉപയോഗിക്കുവാൻ കഴിയാതെ വണ്ണം അതിന്റെ ഫലങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടാതെ വരുമ്പോൾ നീ അറിയാതെ അടുത്ത തലമുറയ്ക്ക് ഒരു വിരക്തി നീ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. Children, parents, God's desire is that as you speak in tongues, as you worship God, as you pray to the Lord, I don't know, children, who is a tongue speaker in your family? Maybe your dad, maybe your mom, maybe you children, maybe all of you. But it is my prayer that may the Spirit of the Lord help you this morning to understand this truth from the word. God's desire is that as you speak in tongues, use it as a prayer language, use it as a worship language, as you worship and pray to God in tongues. And God's desire is that God's peace will fill your heart.
God's comfort will come to your heart. And you will be strong in faith. You will be emotionally strong. And there will be reflection in your relationship with the daddy, mommy. There will be reflection of your relationship. Your relationship with them will be stronger. So if your daddy is not speaking in tongues, if your mom is not speaking in tongues, let your daddy and mommy see your life and see the changes, so that your daddy or mommy may develop a desire to speak in tongues. Let your mommy, daddy feel, or your friend may feel, I want that gift of tongues, because I see my daughter, my son, my friend talking tongues, praying to God, worshiping God. I see there is some changes. I see the glory of God in his or her faces. I see some beauty, a spiritual beauty. I see some beautiful character is being formed. So I want, you see that, let them have the desire out of it. ഈ പൽക്കാലം കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധമാവ് സഹായിക്കട്ടെ നമ്മെ. കർത്താവിന് സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ തുടർന്ന് അധികം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് സ്തോത്രം അവിടെ വിടട്ടെ. കർത്താവിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്കറിയാം പെന്തക്കോസ്ത് ആരാധന ഇവിടെ സ്വാധീനം എല്ലാ സഭകളെയും മിക്ക സഭകളെയും സ്വാധീനിച്ചിട്ടുണ്ട്. സ്തോത്രം. മറ്റെല്ലാ സഭകളിലും പെന്തക്കോസ്ത് രീതിയിലുള്ള ആരാധന വളരെ സ്വാധീനം ചെലുത്തി. ഉണർവുള്ള ആരാധന, ജീവനുള്ള ആരാധന, കർത്താവിന് സ്തോത്രം. ആവേശത്തോടെയുള്ള ആരാധന, കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിലുള്ള ആരാധന മറ്റു സഭകളെ സ്വാധീനിച്ച് അവർക്കൊരു ഭയങ്കര ആഗ്രഹം. കർത്താവിന് സ്തോത്രം. അങ്ങനെ പെന്തക്കോസ്ത് ആരാധന ചെയ്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തീയ സഭയെ ചത്ത ആത്മീയതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. സ്തോത്രം. ആചാരമായി ചടങ്ങായി മാറിയ ആത്മീയതയുടെ അടിമത്തത്തിൽ നിന്നും പെന്തക്കോസ്ത് സ്തോത്രം മുന്നേറ്റം ക്രിസ്തീയ സഭകളെ മോചിപ്പിച്ചു. കർത്താവിന് സ്തോത്രം. So what happened? Pentecostalism has delivered and set Christian church free from the captivity of spiritual formalism and dead spirituality. So I thank God for the Pentecostal revival. The Pentecostal revival and Pentecostal movement has delivered and set the Christian church from the captivity of dead spirituality. And I think that all churches have to be thankful to us. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ബാക്കി കാര്യങ്ങൾ ദൈവം അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ഇതാണ് പറയാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ ഇനി മറു സൈഡ്, ഇതതിന്റെ വികാരതലങ്ങളുമല്ല. പക്ഷെ നമുക്കുള്ള ഒരു തെറ്റിദ്ധാരണ എന്ത് ചെയ്യുന്നറിയാമോ? പെന്തക്കോസ്ത് വികാരം മാത്രമാണോ എന്ന്. See, therefore some people misunderstand that Pentecostalism is all about emotion. No. As I said, Pentecostal movement has restored or has renewed the emotional element in Christian worship, in Christian spirituality. But that doesn't mean that Pentecostalism is all about emotion. No, that is an absolutely wrong understanding. നമ്മുടെ പെന്തക്കോസ്തുകാരായ പലർക്കും ആ തെറ്റിദ്ധാരണയുണ്ട്. സ്തോത്രം. ഇന്നത്തെ പെന്തക്കോസ്ത് എന്നുള്ള അതിന്റെ ഒരു കാരണം, പെന്തക്കോസ്ത് എന്ന പേരിൽ മറ്റു പലരും കാട്ടിക്കൂട്ടുന്ന പല വൈകാരിക പ്രകടനങ്ങളാണ് ആൾക്കാർക്ക് ഈ തെറ്റിദ്ധാരണയുടെ കാരണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അതല്ല എന്നുള്ള തിരിച്ചമുക്ക് ഉണ്ടാകണം. എന്നാൽ അതുകൊണ്ടാണ് ചിലം പറയാറില്ലേ, നമ്മൾ വികാരത്തെ മാത്രം ഉണർത്തിയാണ് അവിടെ പ്രസംഗമെങ്കിൽ അതുകൊണ്ട് ഫലമില്ല. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വികാരം വേണ്ട, തീർച്ചയായിട്ടും വികാരം വേണം. വികാരത്തെ തട്ടി ഉണർത്തുന്നത് മാത്രമാണ് ക്രിസ്തീയ സ്തോത്രം സന്ദേശമെങ്കിൽ അത് റോങ് ആണ്. കർത്താവിന് സ്തോത്രം. നമ്മുടെ വൈകാരിക തലത്ത് സ്തോത്രം ഉത്തേജിപ്പിക്കുമ്പോൾ അത് ബോധ്യതലത്തിലേക്ക്,
വിശ്വാസ തലത്തിലേക്ക്, കൺവിൻസ് ചെയ്യുന്ന തലത്തിലേക്ക് മാറിയില്ലെങ്കിൽ ആ വികാരം കൊണ്ട് പ്രയോജനമില്ലാതായി മാറുന്നു. ഇപ്പൊ മനസ്സിലായോ? ശ്രദ്ധിക്കുക, അന്യഭാഷ പറയുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു, പ്രവചിക്കുന്നു, പക്ഷെ നിത്യതയെ കണ്ടില്ലെങ്കിലോ? ഒറ്റ വാക്യം കൂടെ വായിച്ച് അങ്ങ് നിർത്താം. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങളൂടെ ഒന്ന് വായിച്ച് ലാസ്റ്റ് വേഴ്സ് ഫോർ ടുഡേ. മത്തായി 7-ന്റെ 22-23. മാത്യു 7:22 and 23. മത്തായി 7-ന്റെ 22-20. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ. വളരെ നമുക്കറിയാവുന്ന വാക്യമാണ്. ഞാൻ വാക്യം വായിച്ച് പറഞ്ഞ് എന്റെ വാക്കുകൾ നിർത്തട്ടെ. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. മതി. താങ്ക് യു. നിങ്ങൾ ഇവിടെ നോക്കിയേ, വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഓൺ ദാറ്റ് ഡേ there would be people, they would come and say to Jesus, Jesus, we have prophesied in your name, we have even cast out demons in your name, even we performed miracles in your name. But the Lord says, I do not know you. What is happening here? They enjoyed the emotional realm of life, they enjoy the miracles, and they have even entertained people with their miracles. They have even delivered people from the clutches of devil. But you see that they did not allow that level to move into the higher level, to come to a deeper conviction. That is what is happened with them. എന്താണ് അവർക്ക് ഇവിടെ സംഭവിച്ചത്? അവർ അത്ഭുതങ്ങൾ കാണാത്തവർ ചെയ്തു, അന്യഭാഷയില് ദൈവത്തെ സ്തുതിച്ചു, പ്രവചിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, ഇതെല്ലാം ചെയ്തു. പക്ഷെ അതൊന്നും തെറ്റാന്നല്ല കർത്താവ് പറഞ്ഞത്. പക്ഷെ കർത്താവ് പറഞ്ഞത്, എനിക്ക് നിങ്ങളെ അറിയത്തില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. വൈകാരിക തലത്തിൽ അവരിതെല്ലാം അനുഭവിച്ചു. പക്ഷേ അത് ബോധ്യതലത്തിലേക്ക്, കർത്താവിനുള്ള വിശ്വാസത്തിലേക്ക്, കർത്താവ് ആരാണെന്നുള്ള ബോധ്യത്തിലേക്ക്, കർത്താവിന് സ്തോത്രം, ആഴത്തിലുള്ളതായ ദൈവിക സ്തോത്രം അനുഭവങ്ങളിലേക്കും ദൈവിക ബോധ്യങ്ങളിലേക്കും ഈ അനുഭവങ്ങളും ഈ ശുശ്രൂഷകളും ഈ വരങ്ങളും തീരാത്ത നിമിത്തം അവര് നിത്യനഷ്ടമായി. ഞാൻ പറഞ്ഞത്, ഈ യാത്രയിൽ നാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു, നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു, നമ്മൾ വികാരതലത്തിൽ സന്തോഷിക്കുന്നു, വികാരതലത്തിൽ ഉത്തേജിപ്പിക്കപ്പെടുന്നു. പക്ഷേ നിത്യതയിൽ നാം കണ്ടില്ലെങ്കിൽ, ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ, ഈ വൈകാരിക പ്രകടനങ്ങൾ കൊണ്ട്, സ്തോത്രം, ഈ യാത്രയിലെ ഉത്സാഹം കൊണ്ട്, ഈ യാത്രയിലെ തുള്ളിച്ചാടൽ കൊണ്ട്, ഈ യാത്രയിലെ സന്തോഷം കൊണ്ട് എന്തു ഫലം? കർത്താവിന് സ്തോത്രം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ മെസ്സേജ് ആ ഭാഗം തീർന്നില്ല. വേദിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാം. പരിശുദ്ധാത്മാവിനെ കുറിച്ച്. കർത്താവിന് സ്തോത്രം. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Shall we bow our heads in prayer?